കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ ദേവ, എന്താ പറ്റി? എന്താ ഉണ്ടായെന്ന് എന്നോട് പറയൂ ദേവ. അതല്ല, ഞാനിന്ന് കുറച്ചു മുമ്പ് കുട്ടികളെ കുറിച്ച് അച്ഛനോട് പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ ഇവളോട് പറയായിരുന്നല്ലേ. ഒരു ഡിസ്കഷൻ ആയിരുന്നു. അതിനിടയ്ക്ക് അച്ഛനിങ്ങോട്ട് നീ ഈ പറഞ്ഞ പൊട്ട കള്ളത്തരം ഒരിക്കലും നടക്കാത്ത കാര്യമാ. അച്ഛനോട് എന്നെ കൊണ്ട് എന്റെ നാവുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് പറയിപ്പിച്ചില്ലേ നീ? നിന്നെ നോക്ക്, ഒത്തിരി സ്വപ്നങ്ങളൊന്നും കാണണ്ട മോള്. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നീയാ തകർത്ത് തരിപ്പണമാക്കേ. അതുകൊണ്ട് നിന്റെ സ്വപ്നങ്ങളും നിറവേറാൻ ഞാൻ സമ്മതിക്കില്ല. എന്നോട് ക്ഷമിക്ക് ദേവേട്ട, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അനന്തരാവകാശിയെ തായോന്നും പറഞ്ഞു വൈദേഹി എല്ലാരും കൂടി എന്ത് പുന്നാരിപ്പിക്കല. അവിടൊന്നും എനിക്കൊരു സ്ഥാനവും ഇല്ല. ഞാനെന്താ എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോ? പ്രസവിപ്പിക്കാനുള്ള അവസ്ഥ എന്റെ ഭർത്താവിന് ഇല്ലാത്തതിന് ഞാനെന്ത് ചെയ്യും? പറയുമോളെ, അച്ഛന്റെ ഈ ആഗ്രഹം എത്രയും വേഗം നിങ്ങൾ സാധിച്ചു തരില്ലേ? ഒരാളായിട്ട് തരാൻ പറ്റില്ല എന്ന് മാത്രം. ഇരട്ടക്കുട്ടികളായിട്ട് 2 പേര് തരാന്ന ദേവേട്ടൻ ഉദ്ദേശിച്ചേ. എല്ലാം തികഞ്ഞ എന്നെ ഇടംകാലം കൊണ്ട് ചവിട്ടി തേച്ചിട്ട് ഈ അനാഥയെ തലയിലെടുത്തു വെച്ച് പുന്നാരിപ്പിക്കുമ്പോ ഞാനത് കണ്ടു നിൽക്കുമെന്ന് കരുതിയോ?
നടുവ് തല്ലിയൊടിച്ച് പ്രസവിക്കാൻ പറ്റാതാക്കാന്ന് കരുതിയതാ. ഇതിപ്പോ ഞാൻ തന്നെ അവസരം ഒരുക്കി കൊടുത്ത പോലുണ്ടല്ലോ. ഒരു കുന്തവും വർക്കൗട്ട് ആവുന്നില്ലല്ലോ. പകരം അവർക്കെല്ലാം അനുഗ്രഹമായി മാറുക. കൈയെടുക്ക്, കൈയെടുക്ക്. എണിക്കടി. നേത്തോട്ട് വീണ അവിടെ തന്നെ അങ്ങ് കിടക്ക. ഇത് സോഫയൊന്നുമല്ല കമിഴ്ന്നടിച്ച് കിടക്കാനായിട്ട്. എഴുന്നേക്കാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ഞാൻ അനുവദിക്കുന്നില്ലെന്നോ? കള്ളത്തരം പറയല്ലേ. എണിക്കടി, മര്യാദക്ക് എഴുന്നേക്കാനാ പറഞ്ഞ. എഴുന്നേക്കാൻ. അയ്യോ എനിക്ക് നാണാവുന്നേ. ഞാൻ ഒന്നും കണ്ടില്ല ദേവേട്ട, കണ്ടിട്ടേ ഇല്ല. എടാ വിനയ. അയ്യോ എന്നെ ദേവേട്ട ഞാൻ ഒന്നും കണ്ടിട്ടില്ലേ. ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടില്ല. മനുഷ്യൻ നാണം കെടുത്താൻ വേണ്ടിട്ട്. പോട്ടെ ദേവേട്ട, സാരമില്ല. നിങ്ങളുടെ വെപ്രാളം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ചോദിച്ചിരിക്കുന്ന ഇരട്ട കുട്ടികളെ അല്ലേ, അതിന് കുറച്ച് പാടുപെട്ടാ മതിയോ? ഒരു തെറ്റില്ല ദേവേട്ട. എന്നാണ് എനിക്ക് നാണാവുന്നു. നടക്കട്ടെ നടക്കട്ടെ. വായടക്ക. ഒന്ന് എഴുന്നേക്കടി. വന്ന് വീണോടത്ത് തന്നെ കിടക്ക. എഴുന്നേക്കാൻ. ദേവേട്ട, ചിലവളുടെ ഇങ്ങനെ ശരിയാവും, ചിലവളുടെ ശരിയാവേ ഇല്ല. ചേച്ചി ചേച്ചി നാടിക്കൊന്നും വേണ്ട, അടിച്ചു പൊളിക്കും. ഞാനിതൊന്നും ആരോടും പറയില്ല. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പോവാണേ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ. എഴുന്നേക്കടി. ഇപ്പഴാ മനസ്സിലായത് എന്റെ സാരി ദേവേട്ടനെ ചുറ്റിയിരിക്കാന്ന് തോന്നുന്നു. അത് ശരി, എല്ലാം ഡ്രാമയായിരുന്നു അല്ലേ? നീയായിരുന്നോ? നീ ഇവിടെ എന്തെടുക്കാ വരണേ? എന്തു പറഞ്ഞു വല്യച്ഛൻ? നമ്മളെ കുറിച്ച് വല്ല ചർച്ച ഉണ്ടായോ? വേഗം ഒന്ന് പറ, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഇവിടെ നിന്നിങ്ങനെ ടെൻഷൻ അടിക്കാതെ നിനക്കും അങ്ങോട്ടേക്ക് വന്നൂടായിരുന്നു? എങ്ങനെ വരുമെന്നാ? വല്യച്ഛന് ഓർമ്മ വന്നാലോ എന്നുള്ള പേടി കാരണം വിറയ്ക്കായിരുന്നു ഞാൻ എങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുക? അയാൾക്ക് ബോധമില്ലായിരുന്നപ്പോ കൊല്ലാൻ പോവാന്നും പറഞ്ഞ് കത്തികൊണ്ട് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. ബോധം തെളിഞ്ഞതും മുട്ട് വരയ്ക്കുന്നുണ്ടല്ലേ? ആ കത്തിയുടെ കാര്യം മിണ്ടരുത്. അതുകൊണ്ടുണ്ടായ ടെൻഷനാണ് ഇതെല്ലാം. എവിടെ കളഞ്ഞൊന്നും ആരുടെ കൈ കിട്ടിയെന്നും അറിയില്ല. കുത്ത് കിട്ടിയ ഉടനെ ചാവുന്ന ഞാൻ കരുതിയത്. അയാൾക്ക് മുടിഞ്ഞ ആയുസാ. അയാൾ എന്നെ കണ്ടിരിക്കാൻ സാധ്യതയില്ല. അതിരിക്കട്ടെ, വല്യച്ഛൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ?
നിന്നെക്കുറിച്ചൊരക്ഷരം പോലും മിണ്ടിയില്ല. പക്ഷെ എന്റെ നേരെയുള്ള നോട്ടത്തിൽ എന്തൊക്കെയോ പിശകുണ്ടായിരുന്നു. പെശകുണ്ടായിരുന്ന എന്തത്? അതറിയില്ല. ദേഷ്യമാണോ സംശയമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അതല്ല, നിനക്ക് ചിലപ്പോ ഒന്നും മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. വലിയച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. ദേഷ്യമോ സംശയമോ തോന്നിയാ അത് അപ്പൊ തന്നെ പ്രകടിപ്പിക്കും, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതേന്നേ, എന്റെ കാര്യത്തിലും വലിയ സംശയമൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ എന്നോട് ചോദിച്ചേനെ. ഒരുപക്ഷെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ചോദിക്കാതെ തനിച്ച് കിട്ടുമ്പോ ചോദിക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്യുകയാണെങ്കിലോ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പക്ഷേ അങ്ങനെ വല്ലതും ചിന്തിച്ചുറപ്പിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ വിളിച്ച് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാ എന്തുത്തരാ പറയാൻ പോകുന്നത്? ഇങ്ങനെ വേണ്ടാത്തൊക്കെ ചോദിച്ചാൽ എന്നെ പേടിപ്പിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ. വല്യച്ഛൻ എന്നെ വിളിപ്പിക്കൊന്നുമില്ല, അതെനിക്കറിയാം. ദൈവാനുഗ്രഹം കൊണ്ടാ ഓർമ്മളെ വല്യച്ഛന് എത്രയും പെട്ടെന്ന് ഭേദായത്. എന്താ അല്ലേ? വരണേട്ടാ, വല്യച്ഛൻ വരണേട്ടനെ വിളിക്കുന്നുണ്ട്. എന്തിനായിരുന്നു? അതെനിക്ക് അറിഞ്ഞോളൂ വരണേട്ടാ, വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഇതെന്താ, വിളിക്കില്ല എന്ന് വിചാരിച്ചല്ലേ? ഇനിയിപ്പോ വല്യച്ഛന് സംശയം തോന്നിയ ഇനിയൊരു പക്ഷേ ആ കത്തി എങ്ങാനും കിട്ടിക്കാണോ വല്യച്ഛന്? കഴിക്കാൻ പോകുന്നതിന്റെ സ്വാദ് ചോദിച്ചറിയണോ? ചെന്നിട്ട് വാ, രണ്ടിലൊന്നും അറിയാൻ പറ്റുമല്ലോ. ഞാൻ പോവാ. ഇനി അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചോണ്ടല്ലോ, അത് അത്ര പെട്ടെന്ന് നടക്കില്ല. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ തിരിച്ചു വരിക. ഏയ് വരുണേ, ഈ ആവേശമാണ് വേണ്ടാന്ന് പറഞ്ഞത്. എന്താ പറയാൻ പോകുന്നെന്ന് നോക്ക്, എന്നിട്ട് പോരെ തീരുമാനങ്ങൾ. എവിടെ വിനയ അവൻ? വരുന്നുണ്ട് അച്ഛാ. വല്യച്ഛൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു. എന്റെ മുമ്പിലേക്ക് വന്നേക്ക്, എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ശരി. പറയൂ വല്യച്ഛ. നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നേരെ ഒന്ന് ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാ. എഴുന്നേറ്റൊന്നും നടക്കണമെന്ന് മനസ്സിൽ തോന്നിയാലും ശരീരം കൂടെ വരില്ല. ഒരു രോഗിയായിട്ട് ഇങ്ങനെ കിടക്കെ തന്നെ കിടക്കാന്ന് വെച്ചാ അത് നരകവേദനയാ വരണേ. ആരാടാ ഇതിനൊക്കെ കാരണം?
പറ വരണേ, ആരാ ഇതിനൊക്കെ കാരണമെന്ന്? ആ, ആ, ആ. വല്യച്ഛന്റെ ചോദ്യവും അച്ഛന്റെ പരിങ്ങലും കാണുമ്പോ എന്നെ പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ തോന്നണേ. ഇവിടെ ഇങ്ങനെ നിന്നു കൊടുത്താ എന്റെ അധ്യായം അടയും. അപ്പം നിനക്കറിയില്ല അല്ലേ, നമ്മളൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന വേദനയെക്കാളും ആ വേദനയ്ക്ക് പിന്നിലെ കാരണമാരാണെന്നറിയാതിരിക്കുമ്പോ അത് ആ വിഷമത്തെക്കാൾ 100 ഇരട്ടി വേദനയുണ്ടാക്കാം. അതാരാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നിങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നു പോലുമില്ല. രക്ഷപ്പെട്ടു. വല്യച്ഛൻ എന്നെ സംശയമില്ല, സേഫായി. അപ്പൊ തന്നെ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഹോമത്തിന്റെ തിരക്കിൽ ഏട്ടൻ എണീറ്റ് വന്നപ്പോ ആ സന്തോഷത്തിനിടയ്ക്ക് ബാക്കിയെല്ലാം ഞാനങ്ങ് മറന്നുപോയേട്ടാ. ഇങ്ങനെ ഞാൻ അന്ന് അവൻ എന്നെ കുത്തിയിട്ട് ഓടിപ്പോകുന്നത് ആദ്യം കണ്ടത് നീയല്ലാട വരണേ. ആ, ആ. അവന്റെ മുഖം നീ കണ്ടില്ലായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു വല്യച്ഛ. അവൻ മുഖം മറച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷെ ഒന്നുകൂടി ആഞ്ഞ് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് പിടിക്കായിരുന്നു. വല്യച്ഛൻ ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുമ്പോ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്കിപ്പോ ഒരാളുടെ കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അന്ന് ആ അമ്പലത്തിൽ വെച്ച് വൈദേഹിയും ദേവനെ ആ മുറിക്കകത്തിട്ട് കുറ്റിയിട്ടൊരു വ്യക്തിയില്ലേ, അയാളായിരിക്കും ഇതും ചെയ്തത്. അന്ന് പോകുന്ന വഴി ആ അമ്പലമുക്കിലെത്തിയപ്പോ ഒരു സ്ത്രീ സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടി അവിടെ കാത്തുനിന്നു. എന്താ ഉണ്ടായെന്ന് പറയൂ. സാറേ, ദേവൻ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ശരിയാ ദാസേട്ടാ. ആ സ്ത്രീയെ കണ്ടുപിടിക്കാൻ പറ്റിയ ഈ കുറ്റത്തിന്റെ പിന്നിലും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അന്നവര് എന്റെ കുടുംബം തകർത്ത് കളയാനാണ് ശ്രമിച്ചത്. ഇന്നിപ്പോ എന്റെ ജീവൻ എടുക്കാനും ശ്രമിച്ചിരിക്കുന്നു. രണ്ടും ഞാനാണോടോ കളവാ? തനിക്കത് മനസ്സിലാവാഞ്ഞിട്ടാ. താൻ എന്തൊക്കെയോ അറിഞ്ഞു എന്ന് വിചാരിച്ച് ഞാനാകെ ടെൻഷനിലായി. നമുക്കാദ്യം ആ സ്ത്രീയെ തേടി കണ്ടുപിടിക്കണം. ഇന്നു മുതൽ നീ അതിനുവേണ്ടി പ്രയത്നിക്കണം. ആയിക്കോട്ടെ വല്യച്ഛ, ഞാനെല്ലാം നോക്കിക്കോളാം. നീ ആ സ്ത്രീ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും.